നമസ്കാരം. ഞാൻ ഉമേഷ്, ഡിസ്ട്രിക്ട് കളക്ടർ എറണാകുളം. ഒരു തൈ നടാം ഒരു കോടി വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ കുറിച്ചാണ് നിങ്ങളോട് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് പ്രതിരോധിക്കാനുള്ള വിവിധതര പ്രവർത്തനങ്ങളാണ് വേൾഡ് വൈഡ് നടന്നു വരുന്നത്. 2050 നെറ്റ് സീറോ കാർബൺ എമിഷൻ ഒരു ലക്ഷ്യമിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു വലിയ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 2025 ജൂൺ 5 നമ്മുടെ ഈ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ വെച്ച് ഒരു വലിയ ക്യാമ്പയിൻ ഒരു തൈ നടാം എന്ന പേരിൽ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ ഹരിത കേരളം മിഷൻ ഇതിനു വേണ്ടി 1 crore തൈസാണ് ഈ വർഷം നടാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജൂൺ 5 മുതൽ സെപ്റ്റംബർ 30 ആണ് ഇതിൻ്റെ ഒരു ടൈം ലിമിറ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ജില്ലയിൽ 5.5 lakh തൈകളാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ നടുകയും അത് പരിപാലനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത്. ഇതിനായി ഒരു സർവ്വതല സ്പർശിയായ ഒരു ജനകീയ ക്യാമ്പയിൻ റീച്ചിങ് ഓൾ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റിയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. സ്കൂൾ കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന പ്രവർത്തകർ, സർക്കാർ ജീവനക്കാർ, റെസിഡൻസ് അസോസിയേഷൻസ്, റിലീജിയസ് പ്ലേസസ്, ലൈബ്രറീസ്, സംഘടനകൾ, സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകൾ, നമ്മളെല്ലാവരും എറണാകുളം ജില്ലയിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് സംഘടനസും ഇതിലൊരു ഭാഗമായി ഈ ഒരു തൈ നടാം ക്യാമ്പയിനിൽ പങ്കാളികളാവണം എന്നതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഈ ക്യാമ്പയിനിൽ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അതേപോലെ മറ്റ് എല്ലാ ജനകീയ സംവിധാനങ്ങളുടെയും പിന്തുണ ഉണ്ടാക്കി നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സംസ്ഥാനം ഈ ജൂൺ 5 മുതൽ സെപ്റ്റംബർ 30 വരെ 1 കോടി തൈകളാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹരിത കേരള മിഷൻ നമ്മുടെ ജില്ലയിൽ 5.5 lakh തൈകളാണ് ഈ സമയത്ത് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കളക്ട്രേറ്റിൽ ഓൾറെഡി ഇതിൻ്റെ ഭാഗമായിട്ട് 35 തൈകൾ നട്ടിട്ടുണ്ട്. അത് മെയിൻ്റനൻസും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളുണ്ടാവും, ഇന്നലെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇന്ന് ഞാനുണ്ടാവും, നാളെ എൻ്റെ കുട്ടികളുണ്ടാവും. പക്ഷേ നമ്മളെല്ലാവരും വി വിൽ ഓൾ ഡിസപ്പിയർ ഫ്രം ഹിസ്റ്ററി. പക്ഷേ നമ്മൾ നടുന്ന ഈ തൈകൾ വിൽ ഡെഫിനറ്റ്ലി കീപ് സ്പീക്കിംഗ് അബൌട്ട് അസ്. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു ഗ്രീൻ ഫുട് പ്രിൻ്റാണ് ഈ തൈകൾ. സോ നമ്മളെല്ലാവരും ഒരു തൈ നടാം, നമ്മുടെ നേച്ചറിനെ സംരക്ഷിക്കാം. താങ്ക് യു.